ഇപ്പോൾ വരുന്ന വാർത്ത സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു. വീട്ടിൽ നിന്നാണ് പോലീസ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ഉണ്ട്. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? ഇതിനുള്ള തിരച്ചിൽ പരിശോധന പോലീസ് നടത്തിയിരുന്നല്ലോ. അനുജ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള സ്ത്രീയെ, പെൺകുട്ടിയെ, അതിജീവിതയെ സമൂഹ മാധ്യമത്തിലടക്കം അധിക്ഷേപിക്കുകയും അതേപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങളും നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശേഷം അല്പസമയം മുൻപാണ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് എത്തി തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുന്നു. ഈ ലാപ്ടോപ്പ് കണ്ടെത്തുക തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. കാരണം ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആ വീഡിയോ, അതായത് 4ഓളം അധിക്ഷേപ വീഡിയോകൾ അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ആ അതിജീവിതയ്ക്കെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ ഹാജരാകാൻ നിർദ്ദേശം നൽകാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ അതിനുശേഷം അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ ഈ ലാപ്ടോപ്പ് മാറ്റുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വളരെ വേഗം ഈ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇനി ഇക്കാര്യത്തിൽ ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ തേടിയിരുന്നു, ഹർജി നൽകിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിഗണിക്കും. രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായാൽ അദ്ദേഹത്തെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അതാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പൗടിക്കോണത്തെ വസതിയിൽ നിന്ന് തന്നെ പോലീസ് പിടിച്ചെടുത്തത്. രാഹുൽ ഈശ്വറുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു. ഇനി വൈദ്യപരിശോധന, അതിനുശേഷം രാഹുൽ ഈശ്വറെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ പറഞ്ഞത് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ അത് നിർത്തണം എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അത് തുടരും എന്നുള്ളതാണ് മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.